ഇന്നെന്താ മാഷെ പതിവില്ലാണ്ട് ഒറ്റയ്ക്ക്? ട്രഷറിയിലേക്കാടോ. ആ, പെൻഷൻ വാങ്ങാനാവും. അല്ലാണ്ട് ടീച്ചർ ഇല്ലാതെ നിങ്ങൾ അവിടെ ഒറ്റയ്ക്ക് പോവാറ് പതിവില്ലല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. ശിവരാമണ്ണാര് പോയപ്പോ ഞാൻ അവന്റെ മോള് പെൻഷൻ കാശ് പറഞ്ഞപ്പോഴും അതുപോലെ തന്നെ നല്ല മെടുക്കൻ അതിൽ തന്നെയായിരുന്നു. നമ്മുടെ കണിച്ചിലാഴത്തിന് ആവപ്പണിക്കുണ്ടല്ലോ, ഒറ്റ അസുഖം ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ മാസം ഇതുപോലെ എന്റെ പിന്നിൽ നിന്ന് പെൻഷൻ വാങ്ങിച്ചോണ്ട് പോയതാ. അപ്പൊ നമ്മുടെ പിന്നിൽ നിന്ന് തട്ടിപ്പോന്നാ പറയണേ. പറയാതെ എനിക്ക് എന്റെ മാഷെ പെൻഷൻ വാങ്ങിക്കുന്ന ദിവസം ഉണ്ടല്ലോ, വീട്ടിലിരുന്ന ഇരിക്കപ്പുറതില്ല. അതും കൊണ്ട് കൈ കിട്ടുന്നവരെ ഒരു സ്വസ്ഥതയില്ല. എങ്ങനെയാ ഹേ അങ്ങനെ അല്ലാണ്ട് വരിക? ആരെ പറഞ്ഞാ മതി, പറഞ്ഞാ മതി. ആരെ ആശ്രയിക്കാതെ അവനവന്റെ കാലിലാ നിൽക്കുന്നെന്ന് തോന്നുന്നത് ഈ ഒരൊറ്റ ദിവസമല്ലേ ഉള്ളൂ. അത് തനിക്ക്, ഞങ്ങളൊക്കെ ഈ തൊലി കണ്ടുകൊണ്ടല്ല ജീവിക്കണത്. പെൻഷൻ കാശാവുമ്പോ പഴയ നോട്ടായാലും മതിയെന്നായിരിക്കും അല്ലേ? നിങ്ങളും ഒരു ദിവസം ഇവിടെ ക്യൂ നിൽക്കേണ്ട ആളാണെന്നുള്ള കാര്യം മറക്കണ്ട. അല്ല, പുത്തന്നോട്ട് തന്നെ വേണാവോ? തന്നോട് പറഞ്ഞില്ല. ഇങ്ങനെ മാറണ്ട എന്നെ. ടീച്ചർക്കും പെൻഷൻ ആയിട്ടോ? അതെയോ? രണ്ടാളുടെയും പേയ്മെന്റ് ഒരു ദിവസം ആക്കി തരണം. ആ, പേപ്പർ വരട്ടെ, നോക്കാം. ഈ പടവലങ്ങ സ്വല്പം വാടിയിട്ടുണ്ടല്ലോ കോവിന. ഇല്ല മാഷേ, ഇപ്പൊ പൊട്ടിച്ചോണ്ട് വരുന്ന വഴിയാ. അതെ, ഇനി എപ്പോഴാണോ വരേണ്ടത്? ഒരാഴ്ച കഴിയട്ടോ. ഇത് മുഴുവൻ തിന്നു തീർക്കാൻ ഞങ്ങൾ രണ്ടാളല്ലേ ഉള്ളൂ ഇവിടെ. അത് ശരിയാ. ആ, തീർത്തു. നാളെ ഞാനൊന്ന് വീട് വരെ പോയാലോ എന്ന് ആലോചിക്കുക. അങ്ങോട്ട് വിളിച്ചാ മാഷ് വരില്ലല്ലോ. ലക്ഷ്മിക്കുട്ടിയും മക്കളും മാത്രമല്ലേ ഉള്ളൂ അവിടെ. പിറ്റേന്ന് തന്നെ മടങ്ങാം. എന്താ ഒന്നും മിണ്ടാത്തത്? മാഷേ, പോണം തീരുമാനിച്ചു കഴിഞ്ഞില്ലേ, പിന്നെന്താ പ്രത്യേകിച്ച് മിണ്ടാനുള്ളത്? അയ്യോ, പതുക്കെ പൊക്കോളൂ. എവിടെയാണെന്ന് വെച്ചാ പൊക്കോളൂ. അല്ല, പിറ്റേന്ന് തന്നെ. എന്തിനാ പിറ്റേന്നാക്കണത്? ഒരാഴ്ചയോ ഒരു മാസോ എത്രയാ വേണ്ടെന്ന് വെച്ചാൽ താമസിച്ചിട്ട് സൗകര്യം പോലും വന്നാ മതി. ഇവിടെ ഇങ്ങനെ എടുത്തോണ്ടല്ലോ ഒറ്റയ്ക്ക്. ഞാൻ എങ്ങനെയാലും കഴിഞ്ഞോളാം. എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? പിന്നെ എങ്ങനെയാ പറയേണ്ടത്? പോവണത് ഇഷ്ടമല്ലെങ്കിൽ അത് പറഞ്ഞാ പോരെ. ഇതാദ്യമായിട്ടല്ലല്ലോ ഈ ചോദ്യം ഉത്തരവും. കൂടപ്പിറപ്പെന്ന് പറയാൻ ആകപ്പാടൊരു അനീത്തിയേ ഉള്ളൂ. അവളുടെ അടുത്തൊന്ന് പോണോന്ന് പറഞ്ഞേനാ ഈ ബഹളം മുഴുവൻ. സ്വന്തക്കാരും ബന്ധുക്കളും ഉള്ളവര് ഭാഗ്യം ചെയ്തവര്. എനിക്കല്ലേ ആരും ഇല്ലാത്തത്. ഇല്ല, ഞാൻ പോണില്ല. എവിടേക്ക് പോണില്ല. അപ്പൊ തീർന്നില്ലേ? വേണ്ട, പൊയ്ക്കോ. ഇതെവിടേക്കാ ഈ സമയത്ത്? എനിക്ക് ഇഷ്ടമുള്ളിടത്തേക്ക്.
കണ്ടുല്ലോ അസ്ഥി കൊടുക്കണത്. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ മനുഷ്യന്റെ അവസ്ഥ. ഉള്ള നേരത്തെ പോണമെന്നേ ഉള്ളൂ എനിക്ക്. എന്തിനാ അധികം? സ്വന്തം എന്ന് പറയാൻ ആരും ഇല്ലാണ്ട് എന്തിനാ ഇങ്ങനെ ജീവിച്ചിരിക്കണേ? ഞാനില്ലാണ്ടാവുമ്പോ അപ്പോഴേ അറിയുമല്ല. അതേതായാലും വേണ്ടി വരില്ല. ഞാനേ ആദ്യം പോകൂ, അപ്പൊ മനസ്സിലായിക്കോളൂ. ആശ മനസ്സിൽ വെച്ചാ മതി. ഞാനേ പോവൂ ആദ്യം. നമുക്ക് കാണാം. കാണാം. മാഷെ നാൽത്തറ കണ്ടില്ല. എന്താ മുഖം വല്ലാതിരിക്കുന്ന? അസുഖം വല്ലതും ആണോ? മനുഷ്യന്റെ മുഖമല്ലേ മേന്നെ എന്നും ഒരുപോലെ ഇരിക്കുവോ? ഭാവങ്ങൾ മാറിക്കൊണ്ടിരിക്കും. ഇതെന്താ ഒരാൾക്ക് മാത്രമായിട്ട് വിളമ്പിയത്? എനിക്ക് വേണ്ട. അതെന്താ? വിശപ്പില്ല. പിന്നെ ഒരാൾക്ക് മാത്രമായിട്ട് എന്തിനാ വിശപ്പ്? എനിക്ക് വേണ്ട. ഒന്നും കഴിക്കണ്ട. കഴിക്കാണ്ടിരുന്ന് വല്ല അസുഖം വരുത്തി വെച്ചാല് ഓടാനും കഷ്ടപ്പെടാനും തീ തിന്നാനും ഒരുത്തരുണ്ടല്ലോ ഇവിടെ. എങ്ങനൊക്കെയാ കഷ്ടപ്പെടുത്തേണ്ടത്, വ്യസനിപ്പിക്കേണ്ടത്, ദണ്ഡിപ്പിക്കേണ്ടത്? അതൊക്കെ അങ്ങോട്ട് ആയിക്കോളൂ. തൃപ്തിയാവട്ടെ. ടീച്ചർ എന്തിനാ കരയണേ? കരച്ചു നിർത്തോന്ന്. കരയാനും മാത്രം ഞാനിപ്പോ എന്താ പറഞ്ഞേ? ഒന്നും പറഞ്ഞില്ല അല്ലേ? ചങ്ക് പൊട്ടണ വാക്കുകൾ പറഞ്ഞാല് പിന്നെ കരയല്ലാണ്ട് ചിരിക്കുക ചെയ്യാ. ടീച്ചർ ഇല്ലാണ്ട് എനിക്ക് ഒരു നിമിഷം ഇവിടെ കഴിയാൻ പറ്റില്ലെന്ന് അറിഞ്ഞൂടെ ടീച്ചർക്ക്? പോണോന്ന് ആഗ്രഹം പറയല്ലാണ്ട് ഇന്നോളം ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ എവിടേക്കെങ്കിലും പോയിട്ടുണ്ടോ? പോകുന്നു തോന്നണുണ്ടോ? ഉണ്ടോ? ഇല്ല. പിന്നെന്തിനാ അങ്ങനൊക്കെ പറയാൻ പോയേ? അതെ, നമുക്ക് വല്ലതും കഴിക്കാം. എന്നാ ഞാൻ പോയി പ്ലേറ്റ് എടുത്തോണ്ട് വരാം. അതൊക്കെ ഇന്ന് നമുക്ക് ഒന്ന് ചിരിന്ന് കഴിക്കാം. ഇത് തന്നെയാ വീട്. ഇറങ്ങിക്കോളൂ. രാമുണ്ണിയുടെ വീടല്ലേ ഇത്? അതെ. രാമുണ്ണി ഉണ്ടോ ഇവിടെ? ഉണ്ട്. എവിടെയാ അയാള്? ഞാൻ തന്നെയാ രാവണയാര്. ഓഹോ. മനസ്സിലായില്ല. മനസ്സിലാവില്ല. എങ്ങനെയാ മനസ്സിലാവുക? നടാടെ കാണുകല്ലേ. കുട്ടിയെ, മുറ്റത്ത് തന്നെ നിക്കണ്ട, അങ്ങോട്ട് കയറിക്കോളൂ. ഇത് അന്യ വീടൊന്നുമല്ല.
ഹൈ, തനിക്കറിയില്ലേറ്റാലും തന്റെ സഹധർമ്മിണി ഉണ്ടല്ലോ സരസ്വതി ടീച്ചർ, അവർക്കറിയാം, നല്ല അസലായിട്ടറിയാം. ആയ്മയില്ലേ ഇവിടെ? വിളിക്കുക. ആരാ? എന്താ ടീച്ചർക്കും എന്നെ മനസ്സിലായില്ലെന്നുണ്ടോ? ഓർമ്മയില്ലേ? ചെറായിലെ കണ്ണാന്തി മനക്കിലെ ഭദ്രൻ നമ്പൂരി. ഈശ്വരാ, തിരുമേനിയെ കണ്ടിട്ട് ആദ്യം എനിക്ക് തീരെ മനസ്സിലായില്ല കേട്ടോ. കൊല്ലം എത്രയായി? കുറച്ചൊന്നുമല്ല, 16 വർഷത്തിലേറെയായി. ഞാൻ ചെറായി സ്കൂളിലായിരുന്നപ്പോ തിരുമേനിയുടെ ഇല്ലത്തായിരുന്നു താമസം. താമസിക്കാൻ സൗകര്യം ചോദിച്ചു. താമസം മാത്രല്ല, ഊണും അവിടെ നിന്ന് ആയിക്കോളാൻ പറഞ്ഞു. 2 കൊല്ലം തുടർച്ചയായിട്ട് അവിടെ നിന്നായിരുന്നു ഭക്ഷണം. കാൽ കാശിയാ വാങ്ങിയില്ല. അകത്തുള്ളവർക്ക് ടീച്ചറെ വലിയ കാര്യമായിരുന്നു. നങ്ങിയമ്മ മരിച്ച വിവരം ഒരുപാട് കഴിഞ്ഞ പിന്നെ ഞാൻ അറിഞ്ഞത്. 6 കൊല്ലായി. ആ, ടീച്ചർക്ക് ഈ കുട്ടിയെ മനസ്സിലായോ? അല്ല, ഉണ്ണിമായല്ലേ ഇത്? നങ്ങിയമ്മയുടെ അതേ ചായ തന്നെ കേട്ടോ. അപ്പൊ ഓർമ്മയുണ്ട്. ഓർമ്മയുണ്ടോന്നോ? കൊള്ളാം. ഞാൻ പോരുമ്പോ 2.5 വയസ്സ് കാണും ഈ കുട്ടിക്ക്. കേട്ടോ, എന്റെ ഒക്കത്തൊന്നും ഇറങ്ങില്ലായിരുന്നു. മാമുണ്ണണമെങ്കിൽ ഞാൻ വാരി കൊടുക്കണം. എന്ത് കുസൃതിയായിരുന്നോ. ഏതിലാ പഠിക്കുന്നേ? പ്രീ ഡിഗ്രി കഴിഞ്ഞു. ഇവളിക്കൊല്ലം BA ചേരുക. ഇവിടത്തെ കോളേജിൽ അഡ്മിഷൻ കിട്ടിയിരിക്കണേ. ഹൈ, ഇങ്ങനെയൊരു വീട് ഇവിടെ ഉള്ളപ്പോ ഇവളെന്തിനാ ഹോസ്റ്റലിൽ താമസിക്കണേ? നേരെ ഇങ്ങോട്ട് പോന്നു. കാര്യം ശൂദ്രന്മാരാണെങ്കിലും ടീച്ചറിന്റെ വൃത്തിയും ശീലവും ഒക്കെ നമ്പൂരിമാരില്ല. ഹായ്, മുൻകൂട്ടി അറിയിച്ച് അനുവാദം വാങ്ങേണ്ട കാര്യമുണ്ടോ? ടീച്ചർക്ക് ഒരു പഴയ കടം വീട്ടാനുള്ള അവസരം ഉണ്ടാക്കി തന്നു എന്ന് കരുതിയാൽ മതി. അതിനെന്താ? അല്ലേ മാഷേ? ഇവിടെ താമസിച്ച് പഠിക്കട്ടെ. വിവാഹം കഴിഞ്ഞൊന്നും അത് ഇങ്ങനെ ഏതാണ്ടൊരു മാഷുമായിട്ടാണെന്നും കേട്ടിരുന്നു. നേരിൽ കാണുന്നത് ഇപ്പഴാ. രാവുണ്ണി എന്ന പേര് അല്ലേ? രാവുണ്ണി നായർ എന്നാണ്. മുത്തച്ഛന്റെ കാലത്ത് ഇല്ലത്ത് ഇതേ പേരിൽ ഒരു കാര്യസ്ഥനുണ്ടായിരുന്നു. ചെവി അശേഷം കേക്കില്ലാന്നേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ആള് ശുദ്ധഭാവായിരുന്നു കേട്ടോ. തിരുമേനി ഇരിക്കൂ, ഞാൻ കാപ്പി കൊണ്ടുവരാം. വേണ്ട, ആ സമയത്ത് ഒന്നും കഴിക്കാൻ പറ്റില്ല. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ദാച്ചാ, സന്ധ്യയ്ക്ക് മുമ്പ് അങ്ങ് എത്തണം. പഴയ പഞ്ചായത്ത് പ്രസിഡന്റ് വീട്ടിലേ, ഓർമ്മയില്ലേ? അവിടെ ഒരു കർമ്മമുണ്ട്. ഒരു ചെറിയ ഒളിസേവ. ക്ഷുദ്രക്രിയകൾക്കാണല്ലോ ഇപ്പൊ പ്രിയം. സ്വന്തം വീടാന്നങ്ങോട്ട് കരുതിക്കോളൂ. എന്താവശ്യം ഉണ്ടെങ്കിലും ടീച്ചറോടോ മാസ്റ്ററോടോ പറഞ്ഞാൽ മതി. ആവശ്യമുള്ളപ്പോ മാത്രം കത്തയക്കുക. ഇൻലൻഡിനും കാറിനും ഒക്കെ വലിയ വിലയാണേ. എല്ലാ അവധിക്കും വരണമെന്നില്ല. പഠിക്കാനുണ്ടാവൂലോ. ഇല്ലാത്ത ആവശ്യമുള്ളപ്പോ അറിയിക്കാം. വരൂ. ഈ പുരയിടവും പറമ്പും ഒക്കെ കൂടി എത്ര കാണും? ഒന്നിച്ചില്ലുവാൻ ഏക്കർ കാണും. ഈ ചില്ലുവാനെന്ന് വെച്ചാൽ എത്ര സെന്റാഹേ? 72 സെന്റ്. ഇവിടെയൊക്കെ സെന്റിന് എന്ത് വില വരും? അന്വേഷിച്ചിട്ടില്ല. ഹൈ, അന്വേഷിക്കണ്ടേ? അവനവന്റെ മുതലിന് പിടിപ്പ് എത്രയുണ്ടെന്ന് അവനവൻ അറിഞ്ഞിരിക്കണം. ഈ പെട്ടിയെടുത്ത് അങ്ങ് അകത്ത് വയ്ക്കുക. വരൂ. മുഴുവൻ പൊടിയായിരിക്കും. ഇതൊന്നും തുറക്കാറേ ഇല്ല ഇവിടെ. ഞങ്ങള് 2 ആളല്ലേ ഉള്ളൂ. കുട്ടി യാത്ര കഴിഞ്ഞ് വന്നതല്ലേ, ക്ഷീണം കാണും. വേണമെങ്കിലും ഒന്ന് മേലും കഴിക്കുള്ളൂ. മാഷേ, എന്ത് വകതിരി വേണ്ട ടീച്ചറെ കാണിച്ചേ? ആ കുട്ടി ഇവിടെ കയറി താമസിപ്പിക്കാൻ നേക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ആ കുട്ടിയും കൂട്ടി ഇവിടെ വന്ന് ആവശ്യപ്പെടുമ്പോ എങ്ങനെയാ മാഷേ വയ്യ? പറയണം.
മുഖത്ത് നോക്കി പച്ചക്കങ്ങ് പറയണം. അയാൾ ആരും ദിവാൻ ബേൽക്കാരോ? അതൊക്കെ ആ കുട്ടി കേക്കണ്ട. കേട്ടെ, മരങ്ങോടൻ നമ്പൂരി. അയാളുടെ ഒരു ചോദ്യവും വിസ്താരവും. ആ തിരുമേനി പണ്ട് ഇങ്ങനെയാ, എല്ലാവരും വെറുപ്പിക്കും. ദുഷ്ടനാ. പിന്നെന്തിനാ അയാളുടെ മകളെ ഇവിടെ കയറി താമസിപ്പിക്കാൻ സമ്മതിച്ചേ? നങ്ങേമ്മ ഓർക്കണ്ടേ, ഒരു കൂടപ്പിറപ്പിനെ പോലെ അവരെന്നോട് പെരുമാറിയിരുന്ന്. നല്ല തങ്കപ്പെട്ട ഒരു സ്ത്രീ. എന്തോ എനിക്കിത് വേണ്ടായിരുന്നു തന്നെയാ മനസ്സിൽ. മാഷക്ക് അങ്ങനെ ഒരു അഭിപ്രായമാണെന്ന് വെച്ചാ ഒരു 2 ആഴ്ച കൂടി കഴിഞ്ഞോട്ടെ. സൂത്രത്തിൽ എന്തെങ്കിലും കാരണം പറഞ്ഞങ്ങ് അയക്കാം. ഇനിയിപ്പോ വേണ്ട. ഏതായാലും ടീച്ചർ ഏറ്റുപോയില്ലേ, ആ വാക്കിന് വില ഉണ്ടാവണം. ഇവിടെ താമസിച്ച് പഠിച്ചോട്ടെ. വേറൊന്നും കൊണ്ടല്ല ടീച്ചറെ, നമ്മൾ 2 ആളും മാത്രമുള്ള ഒരു ലോകായത്. 3-മതൊരാള് വന്ന് അതിന്റെ സ്വസ്ഥത നശിക്കാൻ പാടില്ല. എനിക്ക് അത്രേ ഉള്ളൂ. ഒന്നും ഉണ്ടാവില്ലെന്നേ. അല്ല, അതെനിക്കറിയാം. ഉം.